ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ലോകത്തുള്ള ഏതൊരാളോടും സംസാരിക്കാൻ കഴിയുന്ന, അതായത് നിങ്ങൾക്ക് സ്പാനിഷിൽ സംസാരിക്കണമോ, ഫ്രഞ്ചിൽ സംസാരിക്കണമോ, ഇംഗ്ലീഷിൽ സംസാരിക്കണമോ, ഹിന്ദിയിൽ സംസാരിക്കണമോ, ഫുട്ബോൾ കളിക്കാൻ വരാതിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഈ വീഡിയോയിലൂടെ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് എങ്ങനെ സംസാരിക്കാമെന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. മിക്കവാറും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ട്രൈ ദി ന്യൂ കോൺവെർസേഷൻ എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ലാംഗ്വേജസ് ആസ് യു കോൺവേഴ്സ്. നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് ഡിറ്റക്റ്റ് ചെയ്യുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. നിങ്ങൾക്കിവിടെ നോർമൽ ചെയ്യുന്നത് പോലെ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പുതിയ ഫീച്ചറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കോൺവെർസേഷൻ എന്നിവിടെ ക്ലിക്ക് ചെയ്യുക. അലോ ട്രാൻസ്ലേറ്റ് ടു റെക്കോർഡ് ഓഡിയോ എന്നിവിടെ അലോ ചെയ്യുക. ഒരു ഇൻഫർമേഷൻ കാണാം. The audio you record will be transmitted to Google for processing. Google may retain the transcription of your conversation for a limited period of time to help improve the translate service. Please make sure that you have consent from the people around you prior to using this feature. അതായത് ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുമായി അവരുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കേണ്ടതാണെന്നാണ് ഈ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. ഗോട്ടിട്ട് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോൺവെർസേഷനിൽ ക്ലിക്ക് ചെയ്യുക. സെൻറ്ററിൽ നിങ്ങൾക്കൊരു സ്റ്റാർ പോലെയുള്ളൊരു എംബ്ലം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ സംസാരിക്കാം. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ ഇംഗ്ലീഷിലേക്ക് സംസാരിച്ചാൽ അത് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഒരാൾ മലയാളം സംസാരിക്കുന്നവരുമാണെങ്കിൽ 2 പേർക്കും വളരെ എളുപ്പമായി ഈസിയായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മലയാളത്തിൽ പറയും, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ കാണിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നും നമുക്ക് പരിശോധിക്കാം. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയാണോ? ഇപ്പോൾ ഞാനൊരു മലയാളത്തിൽ ചോദ്യം ചോദിച്ചു. അതിൻ്റെ തൊട്ട് താഴെയായി അതിൻ്റെ ഇംഗ്ലീഷ് വന്നു. അതിന് സ്പീക്കർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഹലോ, ഹൗ ആർ യു നിങ്ങളത് ഓഡിയോ ആയിട്ട് കേൾക്കാവുന്നതാണ്. ഇനി ആ ഇംഗ്ലീഷിൽ എന്തെങ്കിലും രണ്ടാമത്തെ ആൾ മറുപടി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യാ, ഐ ആം ഗുഡ് ആൻഡ് വാട്ട് അബൌട്ട് യു? അതെ, എനിക്ക് സുഖമാണ്. പിന്നെ നിങ്ങളുടെ കാര്യമോ? എനിക്കും സുഖം തന്നെ. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? I'm fine too. Where are you going now?
I am going to office. ഞാൻ ഓഫീസിലേക്ക് പോകുന്നു. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഇന്നെന്തിനാണ് താങ്കൾ ഓഫീസിലേക്ക് പോകുന്നത്? Today is Sunday. Why are you going to office today? I have important works to do today. That's why I am going. എനിക്ക് ഇന്ന് പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, എങ്കിൽ താങ്കൾ പോയിക്കോളൂ. നമുക്ക് വൈകുന്നേരം കാണാം. Well, you go. We'll see you in the evening. ഓക്കെ, see you. ശരി, കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 2 ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവർക്ക് വളരെ ഈസിയായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി ട്രൈ ചെയ്യാം. ഹിന്ദി മാത്രമല്ല അറബിക്, ചൈനീസ്, ഡച്ച്, ഫിലിപ്പീനോ, ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഹിന്ദി മിക്ക ഭാഷകളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ജസ്റ്റ് എനിക്കറിയാവുന്ന മറ്റൊരു ലാംഗ്വേജ് ഹിന്ദിയാണ്. ഹിന്ദിയും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളവും ഹിന്ദിയും, മലയാളം അറിയുന്ന ഒരാളും ഹിന്ദി അറിയുന്ന ഒരാളും തമ്മിലുള്ള കോൺവെർസേഷൻ. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയാണോ? नमस्ते, आप कैसे हैं? मैं ठीक हूँ, तुम कैसे हैं? എനിക്ക് കുഴപ്പമില്ല. സുഖമാണോ? എനിക്കും സുഖം തന്നെ. താങ്കൾ എന്തുകൊണ്ടാണ് ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ വരാതിരുന്നത്? मैं भी ठीक हूँ. तुम कल फुटबॉल खेलने क्यों नहीं आए? मैं मेरा दोस्त के साथ मैं हॉस्पिटल में गया. ഞാൻ സുഹൃത്തിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. എന്തുപറ്റി താങ്കളുടെ സുഹൃത്തിന്? आपके दोस्त के बारे में क्या? उसको फीवर है. അവന് പനിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷ് വേണ്ട, സ്പാനിഷ് വേണ്ട, ഡച്ച് വേണ്ട തുടങ്ങി ഏത് ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അറബിക്ക് നമുക്ക് ട്രൈ ചെയ്യാം. ഹലോ, നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ അറിയുമോ? مرحبا, هل يمكنك التحدث بالمليالمية? ഇതുപോലെ നിങ്ങൾക്ക് അറബിയും ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബികളോട് സംസാരിക്കാം. സ്പാനിഷ് സംസാരിക്കണമെങ്കിൽ ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയാണോ? Hola, ¿cómo estás? കേട്ടല്ലോ, ഹോലാ കോമസ്താസ്. ഇതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.